വാർത്താ ചാനലുകളിലെല്ലാം ഞായറാഴ്ച പുലർച്ചെ മുതൽ പെണ്ണുകേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റും ബലാത്സംഗ കഥകളും ആഘോഷമാക്കുമ്പോൾ സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റിലും റിമാൻഡിലുമായ ശബരിമല ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവര് ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച് ആശുപത്രി കിടക്കയിലെത്തിയ വിവരം ഇതേ ചാനലുകൾക്ക് ഇപ്പോൾ വാർത്തകളേയല്ല. ഒന്നും രണ്ടും പെണ്ണുകേസിൽ അറസ്റ്റിൽ നിന്നൊഴിവാകാൻ കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയ രാഹുൽ മാങ്കൂട്ടം മൂന്നാം പെണ്ണുകേസിൽ ഞായറാഴ്ച പാതിരാത്രിയിൽ ഷൊർണൂരിൽ നിന്നും അറസ്റ്റിലായ വിവരം ഇടതുമുന്നണിക്ക് സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ നിന്നും തലയൂരാനുള്ള തുറുപ്പുചീട്ടായി. സ്ത്രീപീഡന കേസിൽ ഉൾപ്പെട്ടിട്ടും രാഹുലിനെ എന്തുകൊണ്ട് MLA സ്ഥാനത്ത് നിന്നും കോൺഗ്രസ് ഇതുവരെ നീക്കം ചെയ്തില്ലെന്ന ചോദ്യവുമായി ഇടതുമുന്നണി കൺവീനർ രാമകൃഷ്ണൻ ഇതാ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. സ്ത്രീപീഡന കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ കൊല്ലം MLA M മുകേഷിനും ബാധകമല്ലേ ഇത് എന്ന മറുചോദ്യം ചോദിക്കാൻ മൈക്കുതൂക്കികളായ ഒരു ചാനൽ റിപ്പോർട്ടറും തയ്യാറായില്ല. മുകേഷ് CPM മുന്നണിയിൽ ഇപ്പോഴും MLA ആയി തുടരുകയും ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു പെണ്ണുപിടിയനാണെന്ന് ഒറ്റമൈനയും അടിവരയിട്ട് പറയും. ഉഭയസമ്മതപ്രകാരം നടത്തുന്ന ഏതൊരു ലൈംഗിക വീഴ്ചയും കുറ്റകരമല്ലെന്ന് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ച ശേഷം ഗർഭിണിയാക്കുകയും പിന്നീട് ഇരകളെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ഗർഭഛിദ്രം നടത്തിക്കുകയും ചെയ്തത് ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യം തന്നെയാണ്. പാലക്കാട് നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇയാൾക്കെതിരെ ഒട്ടേറെ സ്ത്രീപീഡന പരാതികൾ KPCC നേതൃത്വത്തിന് കിട്ടിയതാണ്. വിവാഹിതകളായ സ്ത്രീകളെ മാത്രം നോട്ടമിട്ട് വലയൊരുക്കുന്ന രാഹുൽ മാങ്കൂട്ടം കടുത്ത ലൈംഗിക സൈക്കോപാത്ത് ആണെന്നാണ് വിലയിരുത്തൽ. 3 ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോൾ പിണറായി പോലീസ് മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയിരിക്കുന്നു. ബലാത്സംഗ കേസുകളിൽ ഉൾപ്പെട്ട ജനപ്രതിനിധികൾ ഇടതുമുന്നണിയിൽ MLA-മാരായി ഇപ്പോൾ തുടരുന്നുമുണ്ട്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടവർ മുകേഷിന്റെ കാര്യത്തിൽ മാത്രം ചിറ്റമ്മ നയം പുലർത്തുന്നത് ശരിയാണോ എന്നാണ് ഒറ്റമൈനയും ചോദിക്കുന്നത്. വീട്ടിലെ കാർന്നോർക്ക് വേണമെങ്കിൽ അടുപ്പിലും ആവാം എന്നാണല്ലോ ചൊല്ല്.